രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികൾ രൂപീകരിച്ചതാണ് ഇന്ത്യ മുന്നണി. നരേന്ദ്രമോദിയെ മറച്ചിടുക, BJPയെ തകർക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോഴും പക്വതയാർജിച്ചിട്ടില്ലാത്ത രാഹുൽ ഗാന്ധിയാണ് അത് നയിക്കുന്നത്. ഇതിലുള്ള പല ഘടകകക്ഷികളും ഒക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അവരുടെ വേരറ്റു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അറ്റുപോകാൻ പോകുന്നത് പഞ്ചാബിലാണ്. അതുകൂടാതെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് അവിടെ തന്നെ തകർന്ന് അടിയുകയാണ്. ഇവരെല്ലാമാണ് ഇതിനകത്തെ ഘടകകക്ഷികൾ. അതുപോലെ CPM കേരളത്തിൽ ഭരണം പോയി. തമിഴ്നാട്ടിലെ DMK അവിടെയും ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഇന്ത്യ മുന്നണിയാണ്. അതിനകത്ത് തന്നെ ഒരൈക്യം ഇതുവരെ രൂപപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ അപക്വമായ നിലപാടാണ് ഈ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. ഇനി 2 മാസത്തിലൊരിക്കൽ യോഗം ചേരണം എന്നുള്ളതാണ്. ഇവരിത്രയും ദുർബലമായതുകൊണ്ടാണ് ഈ മറ്റു ചില പാർട്ടികൾ ഇവിടെ രാജ്യത്ത് കയറി വരുന്നത്. പക്ഷേ അവർക്ക് വേണ്ടത്ര തരത്തിലുള്ള സംഘടനാ സംവിധാനവും ഒന്നുമില്ല. അപ്പോൾ നരേന്ദ്രമോദിയെ ഭയപ്പെടുത്താൻ വേണ്ടി രൂപീകൃതമായ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയെ മറച്ചിടുക, പുതിയൊരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള തന്ത്രം കൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്നൊരു കോൺസെപ്റ്റ് ഇവർ തുടങ്ങിയത്. അതിലെ പ്രബലമായ TMC, അതുപോലെ നമ്മുടെ DMK, കെജ്രിവാൾ, ഈ 3 പാർട്ടികളും ഇന്ന് അസ്തമിച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ വികലാംഗരായി. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വലിയ വടവൃക്ഷം ഇന്ന് വികലാംഗ വൃക്ഷമായി മാറിയിരിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ അപക്വമായ ഇടപെടലുകളും സംസാരങ്ങളുമാണ്. ഇന്നലെ നടന്ന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ 1-2 സുഹൃത്തുക്കളൊക്കെ വാട്സപ്പ് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ആ കരോൾബഗ്, ജന്തർ മന്ദർ മേഖലയിലെല്ലാം ഇന്ത്യ മുന്നണിയിൽ നിന്ന് വളരെ പ്രതിഷേധ ശബ്ദങ്ങളാണ് പോസ്റ്റ് പ്രിൻ്റ് ചെയ്ത് യോഗം നടന്ന സ്ഥലങ്ങളിൽ രാഹുലിനെതിരെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മുന്നണിയിൽ തന്നെ അവർക്കൊരു വിശ്വാസമില്ല. ഈ 28 പാർട്ടികളുടെ നേതാവ് ആര്? ഒരു നേതാവ് അവർക്കുണ്ടോ? ഇന്ത്യ മുന്നണിക്കൊരു ഭരണഘടനയുണ്ടോ? ഇന്ത്യ മുന്നണി ഏറ്റവും ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ എത്തിച്ച് 100 കോടി ഫോളോവേഴ്സായ പ്രധാനമന്ത്രിയെ മറികടക്കുവാൻ ഇവരുടെ നയങ്ങൾ എന്താണ്? ഇവർ പറയുന്ന 2 കാര്യം, മറ്റേ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതും SIRൽ വന്ന ക്രമക്കേടും. അത് അന്വേഷിക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ, ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇലക്ഷൻ കമ്മീഷൻ മെഷീൻ പരിശോധിച്ചു. ഏറ്റവും ടെക്നോളജിസ്റ്റ് ആയിട്ടുള്ള ജർമ്മനിയിൽ പോയി മെഷീൻ വന്നപ്പം സുതാര്യമാണ്, ഇതിനകത്തൊരു മൽപ്രാക്ടീസ് ഇല്ല എന്ന് പറഞ്ഞതിൽ ആ നിവേദനത്തിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ നിവേദനത്തിൽ ഒപ്പിട്ടൊരു പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി. അപ്പോൾ അവർ ജയിക്കുന്ന സ്ഥലമെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ മെഷീനിൽ വിപാറ്റിൽ കുറ്റങ്ങളില്ല. കേരളം ഉൾപ്പെടെയുള്ളത്, കർണാടകത്തിൽ ഉൾപ്പെടെ, ഹിമാചലിൽ ഉൾപ്പെടെ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ മൽപ്രാക്ടീസ് നടത്തി. ഇതെന്ത് വിരോധാഭാസമാണ്? ഇവിടെ ഇലക്ഷൻ നിയന്ത്രിച്ച ആൾ നമ്മുടെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ആളായി മാറിയിരിക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഓഫീസർ. ബംഗാളിലെ ഇലക്ഷൻ്റെ ഓഫീസറെ സുവേന്ദു അധികാരി നിയമിച്ചപ്പോൾ അത് ഇലക്ഷന് സഹായിച്ചു കൊടുത്തതിൻ്റെ പ്രത്യുപകാരം. അപ്പോൾ ബംഗാളും കേരളവും 2 നിയമമോ അതാണ് പറയുന്നത്. പക്വതയില്ലാത്ത ഒരാളിനെ പിടിച്ച് ആ കസേരയിൽ ഇരുത്തിയാലുള്ള ഗതികേട് ഇന്ന് ഇന്ത്യ മുന്നണി മാറിയിരിക്കുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം, ഈ പാർലമെൻ്ററിയിലെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വനിതകളുടെ 33% സംവരണമെല്ലാം TMCയുടെ സഹായത്തോടും വിമത TMC MP-മാരും DMK MP-മാരും ഇനി BJPക്ക് വോട്ട് കൊടുക്കും. വിരുദ്ധ വോട്ട് കൊടുത്തവർ BJP ക്യാമ്പിലെത്തി ഈ ബില്ല് അടുത്ത മാസം നടക്കുന്ന പാർലമെൻ്ററി സമിതിയിൽ വയ്ക്കാമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബ്രിട്ടാസ് ഇന്ത്യ മുന്നണിയിലെ നേതാവാകണമെന്ന് പറഞ്ഞ് കേരളം തള്ളിക്കളഞ്ഞ പിണറായി സാറിൻ്റെ പോസ്റ്റുകളാണ് എത്തിക്കാണിച്ച് ഇന്ത്യ മുന്നണിയിൽ.
കേരളത്തിലെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ജനം. ആ നേതാവിനെ ഇന്ത്യ മുന്നണിയിലെ പോസ്റ്റ് കാണിച്ചു കൊടുത്തിരിക്കും. ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നണിയിലുള്ള പ്രവർത്തനത്തെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP നഖശികാന്ത എതിർക്കുന്നു. പിന്നെ എന്ത് ഐക്യമാണ് ഇതിനകത്തുള്ളത്? നിങ്ങളുടെ SIR സമരവും പരീക്ഷാ ക്രമക്കേടും ധർമ്മേന്ദ്ര പ്രധാനുള്ള സമരവും വിജയിക്കുകയില്ല. ചില കക്ഷികൾ അതിൽ നിന്ന് വിട്ടുമാറും. CPM BJP ഡീലെന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നതും അതിനകത്ത് ഈ ഐക്യത്തിന് വിള്ളൽ വീണിരിക്കുകയാണ്. അതെ, അതാണ് രാജ പറഞ്ഞത്. കേരളത്തിൽ നടന്ന ഇന്ത്യ മുന്നണി ND സഖ്യം ഒത്തു മത്സരിച്ചാൽ മതിയായിരുന്നു എങ്കിൽ അവിടെ അധികാരം അത് കോൺഗ്രസിന് അറിയാം. ഒത്തു മത്സരിച്ചാൽ കോൺഗ്രസിന് വരാൻ ഒക്കില്ല, കൂട്ടുമുന്നണിയാവും. ഇവിടെ BJP കേരളത്തിൽ വളരും. അതിനുള്ള വളക്കൂറ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതാണ് ജനങ്ങളെ പറ്റിക്കുന്ന ND മുന്നണി സഖ്യം. കേരളത്തിൽ മറിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക, കളിക്കോള പോയാൽ ഒന്നാകുക, കർണാടകത്തിൽ പോയാൽ ഒന്നാകുക. ഇതെന്തോന്ന് മുന്നണി? കപട മുന്നണിയല്ലേ? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇന്ത്യ മുന്നണി ND മുന്നണി ദേശീയ ഗവൺമെൻറ്റിന് ഒരു എന്താ പറയുക, അതിന് ഉള്ള ശക്തിയല്ല, അത് വികലാംഗ മുന്നണിയാണ്. ഈ മുന്നണിക്ക് ഒരു നയമോ ഒരു പരിപാടിയോ ഇന്ത്യ സ്നേഹമില്ല. ഈ പയ്യൻ വിദേശ രാജ്യത്ത് പോയാലെല്ലാം ഇന്ത്യ വിരുദ്ധ. കാനഡയിൽ ഇപ്പം യുവാക്കളുമായിട്ട് സംവദിച്ചത് മോഡിക്കെതിരെയുള്ള സംവാദമായിരുന്നു. അത് കഴിഞ്ഞ് ജർമ്മനിയിൽ പോയിട്ട് നടന്നിട്ടുള്ള ആ സമ്മേളനം മോഡിയെയും ഗവൺമെൻറ്റിനെയും മോശമാകുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ബുദ്ധിമാനായ കെജ്രിവാൾ ഈ അഭിജിത്ത് ദീപക്കിനെ നേതാവാക്കിക്കൊണ്ട് അണ്ടർഗ്രൗണ്ടായിട്ട് അമേരിക്കയിലിരുന്ന് പാർട്ടി ഉണ്ടാക്കി, പാറ്റ പാർട്ടി എന്ന് പറഞ്ഞ് ഇവിടെ നേരിടാൻ. അതും ഇവിടെ സോഷ്യൽ മീഡിയകളിൽ ജനം അംഗീകരിച്ചിട്ടില്ല. വെറും 750 പരം വരുന്ന പ്രവർത്തകരെ ഒത്തുകൂടിയുള്ളൂ. ഇപ്പോൾ അണ്ണാ ഹസാരയുടെ സമരം പോലെ ഡൽഹിയെ മറച്ചിടാം. ഗവൺമെൻറ്റിനെതിരെ, ലോക്പാലിനെതിരെ, അഴിമതിക്കെതിരെ. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അഴിമതിയില്ല. പാറ്റ പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞതാണ് ഈ ഗവൺമെൻറ്റിനെതിരെ എന്ത് സമരം ചെയ്യുവാൻ? ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ഒരു ആലോചിച്ചോർന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിനാണ് അമേരിക്കയിൽ ഇരുന്ന് പാർട്ടി ഉണ്ടാക്കി. ഇത് സോറസിൻ്റെ തലയാണ്. സോറസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് നീണ്ട 12 വർഷമായി. അത് കഴിഞ്ഞ് ഇന്ത്യ വിരുദ്ധ ശക്തികളായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കൈകളുണ്ട്. അത് പൊളിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിനെതിരെ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുവാൻ ഒക്കെയുള്ളായിരുന്നു. ജൻസിയുടെ പല നേതാക്കളും വിട്ടുപോയിരിക്കുന്നു. അത്രയ്ക്കൊരു കാര്യമല്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത എന്താ, വളരെ കോൺഫിഡൻഷ്യലായിട്ട് നീറ്റ് പരീക്ഷയും സെറ്റ് പരീക്ഷയും സെൻട്രൽ യൂണിവേഴ്സിറ്റി CUT എല്ലാം ഫ്ലൈറ്റുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ പോയി സെക്യൂരിറ്റി CSMS സംവിധാനത്തിൽ തുടങ്ങുവാൻ ഇരിക്കുന്നു. നടന്ന അവർക്കെതിരെ നടപടിയെടുത്തു. പിന്നെ എന്തിനാ? പിന്നെ ജൻസിയുടെ ഒരു നേതാവ് ദീപക് ചോക്രി എന്ന് പറയുന്ന നേതാവ് പറഞ്ഞിരിക്കുന്നു, ഒരു മന്ത്രിക്കെതിരെ 12 വർഷമായിട്ട് കേന്ദ്ര ക്യാബിനറ്റിൽ പ്രതിപക്ഷത്തിനൊരു അഴിമതി കാണിക്കാനില്ല. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു അഴിമതി, ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം, ഇന്ത്യയുടെ ഒരു തൊഴിലില്ലായ്മ സമരം. ഈ 12 വർഷം ആയിട്ട്, ഇന്ന് 12 വർഷം ആയിട്ട് യുവാക്കളുടെ ഒരു സമരം ഡൽഹിയിലില്ല. 3,80,000 പരം തൊഴിൽ കാർഡുകളാണ് ആരാധ്യനായ നരേന്ദ്രമോദി ഇന്ത്യ ഗവൺമെൻറ് തൊഴിൽ കാർഡുകൾ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 7-ാം തീയതി റെയിൽവേയുടെ 182 നിയമനങ്ങൾ റെയിൽവേ ക്വാർട്ടേഴ്സിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാർഡ് വിതരണം ചെയ്തു. കേരളത്തിൽ മാത്രം 13,000 എംപ്ലോയീസ് ലിസ്റ്റ് തൊഴിൽ കാർഡ് ഇറക്കിയിട്ടുണ്ട്. കർഷകർക്ക് ആകുന്നത്ര വിത്തും വളവും കൊടുക്കുന്നു. അന്നപൂർണ പദ്ധതികൾ നടക്കുന്നു. രാജ്യം എക്കണോമിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരമെന്ന് ND മുന്നണിയുള്ളവർ ചോദിച്ചത്? അവർ അസ്വസ്ഥതായിരിക്കും. അങ്ങനെ ND മുന്നണി എന്ന് പറയുന്നത് ഒരു മായാവിയായി വന്നു. പെട്ടെന്ന് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി വന്നിരിക്കുന്നു. തകർന്ന തരിപ്പണമായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ 13ാമത്തെ വർഷത്തിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. കൂടെ ഉണ്ടായിരുന്ന എതിർ പാർട്ടികളെല്ലാം ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. DMK തുടങ്ങിയ പാർട്ടികൾ മോഡിയുമായിട്ട് അടുക്കുവാൻ പോകും.